എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള പരസ്യമായ പോര് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലെത്തിച്ചിരിക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസും AICC വക്താവും കൂടിയായ ഷമാ മുഹമ്മദും തമ്മിലുള്ള പോര് പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലെത്തിച്ചിരിക്കുകയാണ്. അതായത് KPCCയുടെ മീഡിയ സെല്ലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ദീപ്തി മേരി വർഗീസ് ഷമാ മുഹമ്മദിനെ റിമൂവ് ചെയ്തു. അതായത് ഒരു കാരണം കൂടാതെ, ഒരു നോട്ടീസും കൊടുക്കാതെ, ഷമാ മുഹമ്മദിനോട് ഒരു അഭിപ്രായം ചോദിക്കാതെ, ഒരു വിശദീകരണം നൽകാതെ ദീപ്തി മേരി വർഗീസ് അഡ്മിനായ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഷമാ മുഹമ്മദിനെ റിമൂവ് ചെയ്തു. ദീപ്തി മേരി വർഗീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് KPCC പ്രസിഡന്റുമായൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഷമയെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് ദീപ്തി നൽകുന്ന വിശദീകരണം. അതായത് ദീപ്തി പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഷമാ മുഹമ്മദ് ദേശീയ വക്താവാണ്. അതായത് പുള്ളിക്കാർക്ക് അധികം ലാംഗ്വേജ് മലയാള ഭാഷയിൽ പരിജ്ഞാനം കുറവാണ്. അതുകൊണ്ട് പ്രാദേശിക ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്നാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞ കാരണം. ശരിക്കും അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ല. ശരിക്കും AICCയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രോട്ടോകോൾ ഇല്ല. അതായത് AICC വക്താവിന് പ്രാദേശിക ചാനലിൽ ഡിബേറ്റിന് പോകരുത് എന്നൊരു പ്രോട്ടോകോൾ ഒന്നും പാർട്ടിയിൽ നിലവിലില്ല. പക്ഷേ എന്നിരുന്നിട്ടും, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ലാന്നിരുന്നിട്ടും ദീപ്തി മേരി വർഗീസ് എന്തുകൊണ്ട് ഷമയെ പുറത്താക്കി എന്നത് ഇപ്പോൾ ഒരു ചോദ്യം തന്നെയാണ്. അതായത് എന്തിനായിക്കോട്ടെ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ, അതായത് വാട്സാപ്പിൽ നോക്കി റിമൂവ് ചെയ്യുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ കാരണം കാണിക്കണം, കാരണം പറയണം. അതല്ലെങ്കിൽ ശരിക്കും അവർക്കൊരു അപമാനം തന്നെയാണ്. ശരിക്കും പ്രോട്ടോകോൾ പ്രകാരം ശരിക്കും ഷമയെ അറിയിച്ചതിന് ശേഷം മാത്രമേ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇതിന് ദീപ്തി മേരി വർഗീസും ടീമും പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം, അതായത് ഇന്ത്യയിലാകെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം, മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ഷമാ മുഹമ്മദ് പറഞ്ഞു, ഏത് പട്ടിക്കും ഒരു ദിവസം വരും, അതുമാതിരി കോൺഗ്രസ് പാർട്ടിക്കും ഒരു ദിവസം വരും എന്നാണ് ഷമാ മുഹമ്മദ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അത് ശരിക്കും പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കി. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരും BJP പ്രവർത്തകരും അത് വ്യാപകമായിട്ട് അത് ട്രോൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. ഷമാ മുഹമ്മദ് ഓൾറെഡി ഒരു ട്രോൾ മെറ്റീരിയലാണ്. അപ്പോൾ പാർട്ടിയെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പല ട്രോളുകളും കൊണ്ട് നിറയാണ് ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. അതായത് ഇവർ പറയുന്നത് വെച്ചാൽ, ഷമാ മുഹമ്മദ് മലയാള ഭാഷാ പരിജ്ഞാനം കുറവാണ്, അതുകൊണ്ട് മലയാളം ചാനൽ ചർച്ചയ്ക്ക് വരേണ്ട എന്നൊരു നിലപാടാണ് ദീപ്തി മേരി വർഗീസും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നിലകൊണ്ടത്. അതായത് ഷമാ മുഹമ്മദ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നത് തന്നെ രാഹുൽ ഗാന്ധിയെ മണിയടിച്ചിട്ടാണ്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് ഈ ഷമാ മുഹമ്മദ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നത്. അതായത് ബേസിക്കലി പുള്ളിക്കാരി കണ്ണൂരുകാരിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കുന്ന കുവൈത്തിൽ നിന്നാണ്. അതിനുശേഷം മംഗലാപുരത്ത് നിന്ന് BDS ഗ്രാജുവേഷൻ എടുത്തു. അതിനുശേഷം പുള്ളിക്കാരി ഒരു ജേർണലിസ്റ്റായിട്ട് C ന്യൂസിൽ 1-2 വർഷം വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് 2015 കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നത്. കോൺഗ്രസിൽ ജോയിൻ ചെയ്തതിന് ശേഷം AICCയുടെ മീഡിയ സെൽ പാനലിസ്റ്റ് ആയിരുന്നു. പിന്നെ 2018 പുള്ളിക്കാരി AICC സ്പോക്സ് പേഴ്സണായി നിയമിച്ചു. അതായത് ശരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ അടുപ്പം കൊണ്ടാണ് ഷമാ മുഹമ്മദ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നത്. പക്ഷേ പുള്ളിക്കാരിക്ക് കേരള രാഷ്ട്രീയത്തിലാണ് താല്പര്യം, കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം. അപ്പോൾ രാഹുൽ ഗാന്ധി ആ സൗഹൃദം ഉപയോഗിച്ച് കേരളത്തിൽ സജീവമാവാൻ പുള്ളിക്കാരി താല്പര്യം പ്രകടിപ്പിച്ചു. അതായത് പുള്ളിക്കാർക്ക് കുറേ പാർലമെന്ററി മോഹമുണ്ട്, ഒരു MLA ഒരു MP അയാൾ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കേരളത്തിലെ നേതാക്കൾ ഒന്നും പുള്ളിക്കാരിയെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നില്ല. അതായത് കഴിഞ്ഞ ദിവസം സുധാകരൻ്റെ അടുത്ത് തന്നെ ചോദിച്ചപ്പോൾ, ആരാണ് ഈ ഷമാ മുഹമ്മദ് എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഷമാ മുഹമ്മദ് കണ്ണൂരുകാരിയാണ്. കണ്ണൂരുള്ള സുധാകരനെ, കണ്ണൂരുകാരിയെ ഷമാ മുഹമ്മദിനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഊഹിക്കാം എത്രത്തോളം കേരളത്തിലെ നേതാക്കന്മാർക്ക് ഷമാ മുഹമ്മദിന് താല്പര്യമുണ്ട് എന്ന് അതിൽ നിന്ന് ബോധ്യമായി. എന്തായാലും ഷമാ മുഹമ്മദ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം AICCക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. അതായത് ഷമ ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിൻ്റെ ചുമതലയുടെ സംഘടനാ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ചാനൽ ചർച്ചയിൽ പോകുന്നത്. അത് ഈ KPCCയുടെ മീഡിയ സെല്ലിലാണ് ചാനൽ ചർച്ചയിൽ ആര് പോകണമെന്ന്, സർക്കാരിനെതിരെ എന്ത് അഭിപ്രായം പറയണമെന്ന് ആ ഒരു സ്ട്രാറ്റജി ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നാണ്. ഓരോ ദിവസം ഓരോ ചാനൽ ചർച്ചയിൽ ആര് പോകണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെയാണ്. പക്ഷേ ഈ ഗ്രൂപ്പിൽ നിന്നും അങ്ങനെ ഒരു ചർച്ച, ഷമാ മുഹമ്മദ് ചാനൽ ചർച്ചയിൽ പോകുന്ന പേര് പോലും പരാമർശിച്ചില്ല. അങ്ങനെ ആരോടും പറയാതെയാണ് ഷമാ മുഹമ്മദ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് എന്നാണ് ദീപ്തി മേരി വർഗീസ് ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു പെൺ പോര് തന്നെയാണ് നടക്കുന്നത്. ശരിക്കും ഇവർ തമ്മിലുള്ള പോര് ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നാണക്കേടിൻ്റെ പടുകുഴിയിലെത്തിച്ചിരിക്കുകയാണ്. അതായത് ദീപ്തി മേരി വർഗീസിന് പല താല്പര്യങ്ങളുണ്ട്. അതായത് തൻ്റെ സ്ഥാനം, അതായത് തനിക്ക് കിട്ടാൻ താൻ ഉദ്ദേശിക്കുന്ന പല സ്ഥാനങ്ങൾ ഷമാ മുഹമ്മദിന് പോകുമോ എന്നുള്ളൊരു പേടി ദീപ്തി മേരി വർഗീസിനെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിനു മുൻപും ഇതേ ദീപ്തി മേരി വർഗീസിനെ കഴിഞ്ഞ മെയ് മാസം ഇതേ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഷമയെ പുറത്താക്കിയിരുന്നു. അന്ന് K. സുധാകരൻ
സുധാകരൻ ഇടപെട്ടാണ്. അതായത് സുധാകരൻ ഇടപെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമാ മുഹമ്മദ് രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചു. രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ഡയറക്റ്റ് സുധാകരനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് സുധാകരൻ ദീപ്തി മേരിയെ കോൺടാക്ട് ചെയ്ത് വീണ്ടും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു മര്യാദകേട് തന്നെയാണ് ഈ ദീപ്തി മേരി വർഗീസിൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. ദീപ്തി മേരി വർഗീസിൻ്റെ സൈഡിൽ നിന്നല്ല, പുള്ളിക്കാരുടെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും എടുത്ത കൂട്ടായ തീരുമാനം എന്നാണ്. അപ്പോൾ ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഷമാ മുഹമ്മദിനോട് നീതികേട് പുലർത്തിയെന്നാണ്. അവർക്ക് ശരിക്കും ഒരു താല്പര്യമില്ല. അവർ പറഞ്ഞത് കേരളത്തിൽ ഷമക്ക് പറ്റിയ ഒരു ടെറിട്ടറി അല്ല കേരളം, അതായത് നാഷണൽ പൊളിറ്റിക്സിലോട്ട് പൊക്കോ അങ്ങനെ ഒരു സെറ്റപ്പാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്. അതായത് പക്ഷേ എന്തിനായാലും രാഷ്ട്രീയത്തിൽ ചില മര്യാദകളുണ്ട്. അതായത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് പുറത്താക്കുമ്പോൾ അവരെ അറിയിക്കേണ്ട കാരണം കാണിക്കേണ്ട ഒരു മര്യാദ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണിച്ചില്ല. അത് കാണിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഷമ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്ന ലൈനിൽ തന്നെയാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ നേതാക്കന്മാരെ പിണക്കാൻ പറ്റില്ല. അതായത് രാഹുൽ ഗാന്ധിക്ക് ആകെയൊരു ആശ്വാസമാണ് കേരളത്തിലെ വയനാട് മണ്ഡലം. ഇന്ത്യയിൽ എവിടെ നിന്നാലും ജയിക്കും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. വയനാട് നിന്നാൽ എന്തിനായാലും ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് രാഹുൽ ഗാന്ധിക്കുണ്ട്. അപ്പോൾ ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ വെറുപ്പിക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്ക്. പല ഉപദേശകരും പല അഡ്വൈസുകളും രാഹുൽ ഗാന്ധി വാങ്ങുന്നത് കേരളത്തിലെ നേതാക്കന്മാരിൽ നിന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കും ഇവർ പിണക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഷമക്കിന് അധികകാലം പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് ഷമ അടുത്ത് തന്നെ പാർട്ടി വിടും. അത് CPM-ലേക്കാണോ BJP-യിലേക്കാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. എന്തായാലും CPM-ലേക്ക് പോകാൻ താല്പര്യമില്ല. അതായത് ഷമയെ സംബന്ധിച്ചിടത്തോളം ഷമയ്ക്ക് മലയാള ഭാഷ പരിജ്ഞാനം കുറവാണ്. പുള്ളിക്കാരി നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്തു ദേശീയ ചാനലൊക്കെ ഡിബേറ്റിനൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ദേശീയ തലത്തിൽ അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ BJP-യിലോട്ട് പോകാനാണ് സാധ്യത. അവിടെ അവർ നന്നായിട്ട് ഉപയോഗിക്കും. അപ്പോൾ പലരും നെറ്റി ചുളിക്കുന്നുണ്ട്. ഷമ BJP-യിൽ പോയി കഴിഞ്ഞാൽ BJP-ക്ക് അത് ഒരു ബാധ്യതയായി മാറില്ലേ. ശരിക്കും കിട്ടേണ്ട ആൾക്കാരുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ശരിക്കും മോൾഡ് ചെയ്ത് യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ദേശീയ ചാനലിലേക്ക് ഡിബേറ്റിന് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരൊന്ന് മോൾഡ് ചെയ്തെടുക്കും. അത് അവരുടെ ഒരു ശൈലിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ബേജാറാവേണ്ട. ഷമ BJP-യിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. എന്ത് തന്നെയായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഷമയോട് ചെയ്തത് കൊടും ചതിയായി പോയി. അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു മര്യാദകേടായി. ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഷമയോട് ചെയ്തത് ഒരു മര്യാദകേട് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ ഷമാ മുഹമ്മദ് പാർട്ടി വിട്ട് BJP-യിലോട്ടോ CPM-യിലോട്ടോ ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ കാണാം.